തീർച്ചയായിട്ടും ഇതിപ്പോഴല്ല, നേരത്തെ നടക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ആ പാർട്ടി തീരുമാനിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും സ്ഥാനാർത്ഥിയാവാൻ പാടില്ല, ജനപ്രതിനിധിയാവാൻ പാടില്ല എന്ന് പറയുന്ന രീതി. അത് CPM മാത്രമല്ല, പല BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ. കണ്ണൂരിലൊരു പ്രത്യേകതയാണത്. അപ്പൊ അവര് പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരാളുടെ കടന്നുവരവിനെ പൂർണ്ണമായിട്ടും തടയുക, താമസിക്കാൻ പോലും അനുവദിക്കാത്തൊരു പ്രവണതയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് നിരക്കാത്തൊരു കാര്യമാണ്, ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരാള് എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മാർഗം. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകൾ പരമാവധി ശേഖരിച്ച് അത് എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ 1-2 വോട്ടുകൾ മാത്രം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ പറ്റും. കാരണം അത്രയും ആളുകൾ അവരുടെ ആളുകളാണെങ്കിൽ. അതല്ലാതെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നാമനിർദ്ദേശം കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുക, അത് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ കുറെ കാലമായിട്ട് നടക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അതൊന്നും പുറത്തു വരാറില്ല എന്നുള്ളേ ഉള്ളൂ. ഇപ്പോഴേ പുറത്തു വരികയാണ്. അതിനെതിരെയുള്ള സത്യത്തിൽ അത് ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വോട്ട് ചെയ്യാൻ ആളുകൾ വരുമ്പോൾ പോലും അവരെ തടഞ്ഞു നിർത്തുന്ന രീതിയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം ശരിയായ രീതിയിലേക്ക് പോവുകയുള്ളൂ. അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പരാജയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകുന്ന പരാജയം കൂടിയാണ്. മറ്റുള്ളവർ ഇത് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ ധ്വംസനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.